ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചെന്ന് ചുരിദാർ എങ്ങനെ ഉണ്ടടി? ഇപ്പൊ തന്നെ വേണോ? അങ്ങനെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതെന്റെ 40ാമത്തെ പെണ്ണ് കാണല. നീ ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്. ഇന്ന് വേണ്ട, നാളെ മതി. നിനക്കെന്നത് മടക്കത്തുമില്ലേടേ? അളയാ, പുതിയൊരു മാട്രിമോണി സൈറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. എന്ത് പറയുന്നു? വിളിക്കാട്ടോ. അതൊന്നും ശരിയാവില്ലടാ. ഇല്ലെങ്കിൽ നമുക്ക് എന്നെ ഒരു സൈറ്റ് ഡിസൈൻ ചെയ്യാളിയാ. നിനക്ക് വേണ്ടിയല്ലേ? ശരിയാ, ഇവനാകുമ്പോ കിടുവായിട്ട് സൈറ്റ് ഡിസൈൻ. പിന്നല്ല, ശരിയാക്കാന്നേ. ഓ, അതിലൊന്നും ഒരു കാര്യമില്ലളേ. അവളുമാർക്ക് പിടിച്ച അവളെ അച്ഛനമ്മയ്ക്കും പിടിക്കില്ല, അവളെ അച്ഛനമ്മയ്ക്കും പിടിച്ച അവളുമാർക്ക് പിടിക്കില്ല. എല്ലാം കൂടെ ഒത്തു വന്ന് ജാതകം ചേരൂല. ഇനിയിപ്പോൾ എല്ലാം ഒത്തു വന്ന UK-ന്നോ US-ന്നോ ഏവരെങ്കിലും കെട്ടിയെടുത്തോളൂ. പിന്നെ എല്ലാം കുറ്റിയും പറിച്ച് അതിന്റെ പിറകെ ഒരു മിനിറ്റ്. അടുത്ത് അതും ശരിയാണ്. പിന്നെ ആ മോളെ, ആ ഇന്ന് സ്കൂളിൽ പോകണ്ടേ? ചെറിയൊരു ജലദോഷം. ഓ, ജലദോഷത്തിന് ആവി പിടിക്കുന്നതല്ല, ഞാൻ വേണേ വന്ന് ആവി പിടിച്ചു തരാം. ഇതെന്തോന്നടേ ആവി പിടിക്കാൻ യവ ആര്? നല്ല പണി. വീടാളിയാ, നമ്മളെ ഓഫീസിൽ എത്ര നല്ല പിള്ളേരുണ്ടളിയാ. അളിയനാരെങ്കിലും സെറ്റ് ചെയ്തൂടെ? അതാകുമ്പോൾ രണ്ടുപേർക്കും ജോലിയുണ്ട്, സെയിം ഓഫീസാണ്, ലൈഫ് സെറ്റല്ലേ അളിയാ. നോക്കാഞ്ഞിട്ടാണോടാ, കാര്യത്തോടടുക്കുമ്പം അവളുമാരുടെ തനി കുണം കാണിക്കും. സത്യമാണ്. അല്ല അളിയ, എൻ്റെ ഈ താടി ബോറാണോ അളിയ? നിന്റെ താടിയല്ലേ അളിയാ നിന്റെ സ്റ്റൈല്. നീ നമ്മുടെ പാവങ്ങളുടെ നിവിൻ പോളി അല്ലേ അളിയാ. ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ടുകയറാണ്. പിന്നിരിക്കണം. ശരി, അപ്പൊ ശരിയാ, ബൈ. ആവി പിടിച്ച് കൊടുത്താ കേട്ടില്ലേ? സിറ്റിയിലെ തിയേറ്ററിലെല്ലാം ഷാഡോ പോലീസ് ഇറങ്ങിയിട്ടുണ്ട്. നീയും സൂക്ഷിക്കുന്ന നല്ലതാ. സൈബർ സെല്ലൊക്കെ ഇപ്പൊ ഐഐറ്റിലെ പിള്ളേരാ. അപ്പൊ കോംപ്രമൈസ്. നമുക്ക് ഇവന്റെ കാര്യം സെറ്റാക്കാം. അളിയൻ ആകെ ഡെസ്പാണ് അല്ലേ? വേണ്ടടാ, ഞാൻ ഈ പെണ്ണ് കാണൽ പരിപാടിയൊക്കെ നിർത്തി. അല്ലെങ്കിലും ഈ പെണ്ണുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂന്നൊന്നുമില്ലല്ലോ. ഒറ്റയ്ക്കാണെങ്കിൽ അടിച്ച് പൊളിച്ച് ജീവിക്കാം. എനിക്കൊന്ന് ജീവിക്കണോടാ, അതാ നല്ലത്. ശരിക്കും ഞാൻ തീരുമാനിച്ചതാ, നീയൊക്കെ നോക്കിയോ. ആലോചിച്ചിട്ട് പോരേ. എക്സ്ക്യൂസ് മീ, ശ്യാമല്ലേ? ഞാനൊരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗില്ല. ഓക്കെ. അതെ, എന്നെ എങ്ങനെ അറിയാം? എൻ്റെ പേര് ദിയ. ഞാനിവിടെ ന്യൂ ജോയിൻ്റ് ആയിട്ട് വന്നതാണ്. ആണോ? ശ്യാം ബാംഗ്ലൂരിൽ കുറച്ചാൾ ഉണ്ടായിരുന്നില്ലേ? ഒരു 3 years ബാക്ക്. ഇപ്പോൾ ശ്യാമിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു മിയാനെ ഓർമ്മയില്ലേ? നമ്മുടെ റോഹിത്തിൻ്റെ സിസ്റ്റർ. അതെ, ഞാൻ മിയയുടെ സിസ്റ്ററാണ്. ആണോ? ഓക്കെ. അപ്പോൾ എനിക്കൊരു ഹെൽപ്പ് വേണം. ഒന്ന് എൻ്റെ കൂടെ ഒന്ന് വരാമോ? പിന്നെന്താ. ഹലോ, ഞാൻ വിളിക്കാം. എന്നാ പോവാം. നടക്കട്ടെ. എന്തൊക്കെയായിരുന്നു? അവൻ പോയി, അവളെ കൊണ്ടവൻ പോയി. പോന്ന കണ്ടില്ലേ? നമുക്ക് വേറെ ആരെങ്കിലും സെറ്റ് ചെയ്യാളിയാ. നീ അടുത്ത ആളെ കാണിക്ക്. ഇതാരടേ? ഫോട്ടോ ഉള്ളല്ലോ. ഇത് ജെസ്സി. ഞാൻ സീരിയസ് ആയിട്ട് നോക്കുന്ന പെണ്ണാളിയാ. ഇത് തന്നെയല്ലേ നീ എപ്പോഴും പറയുന്നത്? അങ്ങനല്ല, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാ. ഇതെന്നിട്ട് അവക്കറിയോ? അതില്ല, ഉടനെ ഞാൻ അറിയിക്കും. അളിയാ, നീ സീരിയസ് ആണെങ്കിൽ ഞാനും സീരിയസ്.
ഇത് ഞാൻ നടത്തി തരും. എൻ്റെ പൊന്നളിയാ, എനിക്ക് നിന്റെ ഒരു ഹെൽപ്പും ഈ കാര്യത്തിൽ വേണ്ട. നീ കഴിഞ്ഞ ആഴ്ച എന്നെ സഹായിച്ചതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. ഹോ വേണ്ട വേണ്ട,